ചത്തിട്ടില്ല. നിന്നെയും നിന്റെ കുടുംബത്തെയും മുച്ചോട് മുടിക്കാൻ അലിയാർ ചാവില്ലടാ. ഇന്നൊരാളെന്നെ കൊല്ലാൻ ശ്രമിച്ചു. എന്റെ കുടുംബം മുഴുവൻ മുടിക്കുമെന്നാണ് അയാൾ പറയുന്നത്. ആര്? പണ്ടത്തെ ഒരു ക്രിമിനലാണ് അലിയാർ. തൊടരുത്. തൊട്ടാ നീ എന്ത് ചെയ്യോടാ? തൊട്ടാ പിന്നെ എന്നെ കൊല്ലണം. ഇല്ലെങ്കിൽ എന്നിട്ടും കൊന്നു കൊതുകുന്നില്ല. അവനെ പുറത്തു വിടണ്ട. മര്യാദ പഠിക്കുന്ന ഒരു രാത്രി കേട്ടെ. പുറത്തു വിട്ടില്ലെങ്കിൽ ഞാൻ ഇതിനുള്ളിച്ചാകും, തല തല്ലിച്ചാകും. നിങ്ങളൊക്കെ സമാധാനം പറയേണ്ടി വരും. ഒരു കേസ് രജിസ്റ്റർ ചെയ്യട്ടെ സാർ? വേണ്ട, കേസിനൊന്നും ഹരിദാസിന് താല്പര്യമില്ല. അയാളെ വിട്ടേക്ക്. കൊല്ലൂന്ന് പറഞ്ഞ് നടക്കുന്ന ആളെ എങ്ങനെ വിടും സാർ? എന്ത് കാരണം പറഞ്ഞ അയാളെ കസ്റ്റഡിയിൽ വെക്കും? അത് എത്ര ദിവസം? ഇനി അയാൾ പറഞ്ഞ പോലെ ഇതിനകത്ത് വെച്ച് ചാവി കൊല്ലം ചെയ്താൽ നമ്മൾ തൂങ്ങും. ഈ വയസ്സായിരുന്ന അയാളെ കൊണ്ട് എന്ത് നടക്കാനാ? വിട്ടേക്ക്. പണ്ട് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന 3 ക്രിമിനൽസ് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഒരു ആന്റണി, രാമയ്യൻ, ഹംസ. ഓ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ജീവിച്ചത് 3 കൊല്ലമാണ്. എന്റെ സുജയുടെ മോളെയും കൂടെ. സ്വർഗമായിരുന്നു, സ്വർഗം. എന്റെ മോളെയെങ്കിലും രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു. എല്ലാം തകർത്തു. ഞാനതിന് പകരം വിട്ടു. സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ആന്റണി, ഹംസയും ആന്റണിയുടെ വഴി തന്നെയാണോ? ഞങ്ങളെ മക്കളെ പോലെ കരുതുന്ന ഒരാളുണ്ട്, അലിയാർ ബാബ. എനിക്ക് അങ്ങേരുടെ വഴിയാണ്. അഞ്ജു, നോക്ക്. Don't move. Don't move. എന്റെ 3 കുട്ടികളിൽ ഒരുവൾ നിങ്ങളുടെ മകളാണ്. അഞ്ജു, ബാബ, എന്റെ മോള് കള്ളവണവും പറയുന്നത് ആ പെമ്മട്ടിലെ രക്ഷിക്കാനാ. അറക്കടാ അവന്റെ കഴുത്ത്. അഞ്ജു, ഇനി ഇയാളെ തൊടാൻ ഞാൻ അനുവദിക്കില്ല. എനിക്ക് എന്റെ മോളെ വേണം. പാല് തന്ന കൈക്ക് തന്നെ കടിച്ചു. ലേ